നിലനിൽക്കുന്ന ഈ സാമൂഹിക വ്യവസ്ഥയൊക്കെ എന്താ വെച്ചാൽ അന്യോപദേശ രൂപത്തിൽ വിമർശിക്കുന്ന കഥകളാണ്. അപ്പൊ അത്തരത്തിലുള്ള കഥകൾ എഴുതുന്ന ഇപ്പൊ ഒരു നമ്മുടെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു രീതിയായിട്ടാണ് നമുക്ക്. ഈ ചോദ്യത്തിന് എനിക്ക് പ്രത്യേകം നന്ദിയും സന്തോഷവുമുണ്ട്. കാര്യം, ഞാൻ എൻ്റെ മാതൃഭൂമി ബാലപംക്തിയിൽ ഞാൻ ആദ്യം എഴുതിയ ഒരു കഥയിലേക്ക് ഈ ചോദ്യം എന്നെ കൊണ്ടുപോകുന്നു എന്നാണ്. അത് ആ കഥയുടെ പേര് ഒരു കൈ നഷ്ടപ്പെട്ടവൻ എന്നാണ്. അത്ര വലിയ കഥയൊന്നുമല്ല, നമുക്കറിയാലോ, ബാലപംക്തിയിലൊക്കെ വന്ന ഒരു ചെറിയ കഥയാണ്. പക്ഷേ ഈ കഥ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആവശ്യപ്പെടുക, എനിക്ക് ഒരു കൈ കൂടി ആവശ്യമുണ്ട്. ഈ കൈ എന്തിനാണ്? ഈ രണ്ട് കൈ കൊണ്ടും ഞാൻ പല ജോലികളും ചെയ്യുന്നു. പല ജോലികൾ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അവിഹിതമായി ഞാൻ പലതും സമ്പാദിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ ജീവിക്കാൻ അത് പോരാ, എനിക്ക് ഒരു കൈ കൂടി ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു കഥയാണ്. അപ്പൊ ഈ കഥ വായിച്ച് എന്നോട് പലരും അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിൽ പാലക്കാട്ടെ മുണ്ടൂർ സേതുമാധവൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ, കഥാകൃത്ത്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ കഥ രസമുണ്ട്, അത് വായിക്കാൻ നന്നായിട്ടുണ്ട്. ഈ കഥ അദ്ദേഹത്തിന് ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്നുള്ള കഥയുണ്ട്, ആ കഥയെ ഓർമ്മിപ്പിച്ചു, ആ അലിഗറി ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ താങ്കൾ ചോദിച്ചപ്പോ എനിക്ക് അതിലേക്കാണ് പോയത്. ഇത്തരം ഈ എഴുത്തുകാർ ഇത്തരം ഈ സാധ്യതകൾ, കാരണം നമുക്ക് പലതും നേരിട്ട് പറയാൻ കഴിയില്ല, അതുകൊണ്ട് നേരിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിനെ ഒളിച്ചും ഒക്കെയാണ് പറയുക. അങ്ങനെ ഈ സ്വന്തം ആശയം ഒളിച്ചു പറയലിന്റെ, കലാത്മകമായി ഒളിച്ചു പറയാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇത്തരം അലിഗറിയൊക്കെ കടന്നു വരുന്നത്. ഒരു കഥ കൂടി പറയാം. 2 വർഷം മുമ്പ് ഭാഷാഭൂഷണിയിൽ ഞാൻ എഴുതിയ ഒരു കഥയാണ് എനക്ക് ഒരു JCB വേണം. ഒരു ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു തേനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് വേണ്ടത് ഒരു JCB ആണ്. 10ാം ക്ലാസ്സിൽ വെച്ച് ടീച്ചർ അവളോട് ചോദിക്കുന്നുണ്ട്, ആരാവണം വലുതായാൽ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അവൾ പക്ഷേ മറ്റു പലരെയും പോലെ, അല്ലെങ്കിൽ സാമൂഹ്യ മര്യാദ പാലിച്ച് അവൾ പറഞ്ഞത് എനിക്കൊരു ഡോക്ടർ ആവണം എന്നാണ്. അങ്ങനെയാണല്ലോ പറയേണ്ടത് എന്ന അർത്ഥത്തിൽ അവൾ പറഞ്ഞു എനിക്കൊരു ഡോക്ടർ. സത്യത്തിൽ അവളുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കൊരു JCB വേണം, ഞാനൊരു JCB ഡ്രൈവർ ആവണം എന്നാണ്. ഈ കഥ ഇങ്ങനെ പോകുന്നു. ഇത് അവൾ പ്ലെയിൻ ആയിട്ട് പറഞ്ഞതായിട്ടാണ് കഥയുടെ തുടക്കത്തില് തോന്നുന്നത്. കഥയുടെ ഒടുവിൽ അവള് JCB പഠിക്കാൻ ശ്രമിക്കുന്നു, അവളുടെ 10ാം ക്ലാസ് പഠിത്ത് നിന്നു പോകുന്നു, തോറ്റുപോകുന്നു. അങ്ങനെയാണ് കഥ പോകുന്നത്. ഒടുവിൽ, ഈ കഥയുടെ ഒടുവിൽ അവൾക്ക് ഒരു JCB ലഭിക്കുക. JCB ലഭിച്ച് അവൾ ആദ്യം ചെയ്യുന്നത് അവളുടെ ഊരിനെ കോൺക്രീറ്റ് കൂടാരമാക്കി മാറ്റിയ മുഴുവൻ കോൺക്രീറ്റുകളെയും ഈ JCB കൊണ്ട് തച്ച് തകർക്കുക അവൾ ചെയ്യുന്നത്. മറ്റൊന്നും കൂടി സംഭവിക്കുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം അവള് പിടിക്കപ്പെടുക, പോലീസ് ഞാൻ പിടിക്കപ്പെടുക. കാരണം പരിസ്ഥിതി വകുപ്പ്, മറ്റ് കെട്ടിട എല്ലാവരും ചേർന്ന് ഇവളെ പിടിച്ചു പ്രതിയാക്കുകയും പിടിച്ചുകൊണ്ടുപോവുകയും ഇവളെ ഒരു ഓൺലൈൻ മാഗസിൻ അവളെ ഇന്റർവ്യൂ ചെയ്യുകയും. അപ്പൊ അവളോട് ചോദിക്കുന്നുണ്ട്, നീ പലതും തകർത്തു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അവൾ ചിരിച്ചുകൊണ്ട് പറയുന്ന മറുപടി ഉണ്ട്, ഞാനൊന്നും തകർക്കുകയല്ല ചെയ്തത്, ചിലത് നിർമ്മിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോ ഇതിനകത്തും ഇത് പറഞ്ഞതുപോലെ അലിഗറിയുടെ മറ്റൊരു അംശം ഇതിനകത്തുണ്ട്. ഈ പറഞ്ഞതുപോലെ നമുക്ക് പറയാനുള്ളത് മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാനുള്ള മാധ്യമം എന്ന നിലയ്ക്ക് കഥയിൽ ഇങ്ങനെ എഴുതുകാർ പലതും ചെയ്യുന്ന ഒരു സൂത്രപ്പണിയാണ്. താങ്കൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് വകുപ്പിലെ ഒരു അധ്യാപകനാണ്. ഈ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ,
അല്ലെങ്കിൽ നമ്മൾ അത് ആഹ്, നമുക്ക് ഒരു ജന്മസിദ്ധമായ ഒരു ഇതായിട്ടുണ്ടാവും, ഒരു വായനയിൽ നിന്ന് ഉണ്ടാവുന്നത്. ക്രിയേറ്റീവ് റൈറ്റിംഗ് നമുക്ക് കുറച്ചുകൂടി നന്നാക്കാൻ, റൈറ്റിംഗ് നന്നാക്കാനുള്ള കാര്യങ്ങൾ ഇതിൽ പഠിപ്പിക്കാൻ സാധിക്കും. ഞാൻ ജോലി ചെയ്യുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് റൈറ്റിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അവിടെ എന്നോടൊപ്പം ഞങ്ങൾക്ക് അഡ്ജങ്ക്ട് പ്രൊഫസറായി മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനായ KP രാമൻ ഉണ്ട്. ഒപ്പം എഴുത്തുകാരായ അൻവർ അബ്ദുള്ള, ഡോക്ടർ അശോക് ഡിക്രൂസ്, K ബാബുരാജൻ തുടങ്ങിയവരൊക്കെ ഉണ്ട്. സാഹിത്യ രചന പഠിപ്പിക്കാൻ കഴിയുമോ എന്ന ചോദ്യം പലപ്പോഴായിട്ട് നമ്മൾ പൊതുവേദിയിലൊക്കെ നേരിട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന് കാഥികന്റെ കല എന്നുള്ള പുസ്തകത്തിൽ MT പറയുന്ന ഒരു മറുപടിയുണ്ട്. വലിയ സർവകലാശാലകൾ സാഹിത്യ രചന, ക്രിയേറ്റീവ് റൈറ്റിംഗ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, അതിന് കഴിയുന്നു എന്നാണ്. വലിയ ലോക എഴുത്തുകാരനായി അറിയപ്പെടുന്ന സ്റ്റെയിൻ ബെക്ക് അദ്ദേഹം ക്രിയേറ്റീവ് റൈറ്റിംഗ് കോഴ്സ് കഴിഞ്ഞ ആളാണ്. അദ്ദേഹം പറയുന്ന മറുപടിയുണ്ട്, എന്നെ എഴുതാൻ അല്ല സത്യത്തിൽ പഠിപ്പിച്ചത്, എന്ത് എഴുതാതിരിക്കാം എന്നാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ എന്താണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എഴുത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് പ്രവർത്തിക്കാനാവുക എന്നൊരു കാര്യമാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ നൃത്തം പഠിക്കാൻ പോകുന്ന ഒരാളെ നമുക്ക് സ്വാഭാവികമായി നമ്മൾ അംഗീകരിക്കും. മറ്റൊരു ഇത് പഠിക്കാൻ പോകുന്ന ആളെ നമ്മൾ അംഗീകരിക്കും. ഒരു ഓട്ട മത്സരത്തിന് പരിശീലനത്തിന് പോകുന്ന ആളെ നമ്മൾ അംഗീകരിക്കും. പക്ഷേ നമ്മുടെ ഒരു ചോദ്യം, അല്ല സാഹിത്യം അത് പഠിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അതിന് പിന്നില് വളരെ അപകടം പിടിച്ച ഒരു മനോഭാവം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ മനോഭാവം എന്ന് പറയുന്നത്, ഇത്തരം സാഹിത്യം അല്ലെങ്കിൽ ഭാവന എന്ന് പറയുന്നത് ഒരുതരം ജന്മസിദ്ധം മാത്രമാണ് എന്ന് പറയുന്ന ഒരു അതിവാദം അതിന് പിന്നിലുണ്ട്. സത്യത്തിൽ ഇന്നിപ്പോ മനഃശാസ്ത്രവും ഒക്കെ പുരോഗമിച്ച ഒരു സമയത്ത് നമ്മൾ അത് ജന്മസിദ്ധം മാത്രമായുള്ള ഒരു ടാലന്റ് ആയിട്ടല്ല സാഹിത്യത്തെ മനസ്സിലാക്കുന്നത്. മറിച്ച് സാമൂഹ്യ സൃഷ്ടിയുടെ സന്ദർഭ സൃഷ്ടിയിലാണ് ഈ രചനകൾ ഉണ്ടാകുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തം കഴിവിനെ പരിശീലിപ്പിച്ച് ഒന്നുകൂടി മെച്ചപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് സത്യത്തിൽ ഈ ക്രിയേറ്റീവ് റൈറ്റിംഗ് ക്ലാസ്സുകളിൽ ഉൾപ്പെടെ നടക്കുന്നത്. അത് ഈ എഴുത്തുകാരെ ഉണ്ടാക്കുകയല്ല, മറിച്ച് എഴുത്തിന്റെ ഒരു വലിയ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. 10-20 കുട്ടികൾ ഒരുമിച്ച് വരുന്നു, അവര് ദിവസവും എഴുത്തിനെ കുറിച്ച് സംസാരിക്കുന്നു, ലോകത്തിലെ മഹാന്മാരായ എഴുത്തുകാരുടെ രചനകളെ വളരെ സൂക്ഷ്മമായിട്ട് അവലോകനം ചെയ്യുന്നു. അതിൽ നിന്ന് അവർക്ക് മലയാളത്തിലെയും എഴുത്തുകാരെ അവലോകനം ചെയ്യും. അങ്ങനെ അതിലൂടെ അവർക്ക് ലഭിക്കുന്ന ഒരു വലിയ തെളിച്ചമുണ്ട്. ആ തെളിച്ചത്തിന്റെ പിൻബലത്തിലാണ് പിന്നീട് അവർ അവരുടെ രചനകളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. അത്തരത്തിലാണ് ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം അദ്ദേഹത്തിന്റെ രചനാ രീതികളെ കുറിച്ചും ബംഗ്ല എന്ന് പറയുന്ന നോവൽ എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും പിന്നെ അദ്ദേഹം വ്യാപരിക്കുന്ന മറ്റു മേഖലകളെ കുറിച്ചുമെല്ലാം ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ കുറിച്ചുമൊക്കെ വളരെ വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ച ഡോക്ടർ C ഗണേശന് ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയും.